നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് യോഗമുദ്ര എന്ന ആസനത്തിനെ പറ്റിയാണ്. യോഗമുദ്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പൊക്കിളിന് നേരെയാണ് മർദ്ദം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ഇതേറെ ഗുണം ചെയ്യുന്നു. കൂടാതെ നട്ടെല്ലിന് ലാഘവത്വം ലഭിക്കുന്നു. ആദ്യമേ ഇത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. പത്മാസനത്തിൽ ഇരിക്കുക. ആദ്യം തന്നെ പത്മാസനത്തിൽ ഇടതുകാല് വലത് തൊടയുടെ മേളിലും വലതുകാല് ഇടത് തൊടയുടെ മേളിലുമായിട്ട് ഇരിക്കുക. എന്നിട്ട് നട്ടിൽ നിവർന്ന് ഇരുന്നതിന് ശേഷം ഇടത് കൈ ബാക്കിലോട്ട് കൊണ്ടുപോവുക. വലത് കൈ കൊണ്ട് ഇതിൻ്റെ റിസ്റ്റിൽ പിടിക്കുക. അതായത് ഇങ്ങനെ വരും, ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ശ്വാസം വലിച്ചെടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് തറയിൽ നെറ്റി മുട്ടിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ദിവസം തന്നെ ചിലപ്പോൾ നമുക്ക് തറയിൽ നെറ്റി മുട്ടിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് ഫോഴ്സ് ചെയ്ത് മുട്ടിക്കാൻ ശ്രമിക്കേണ്ട. പതുക്കെ അങ്ങനെ മുന്നോട്ട് പോകും തോറും ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് നെറ്റി തറയിൽ മുട്ടിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ പത്മാസനത്തിൽ ഇരിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. വജ്രാസനത്തിൽ ഇരുന്നും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഗുണമുള്ള ഒരു ആസനമാണ് യോഗമുദ്ര.